നിനക്കിതിപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാ കണ്ണാ? അവൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളെ ബാധിക്കാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ നടന്ന് വെറുതെ ഇങ്ങനെ സമയം കളയരുത്. ഇന്ദ്രന് ദേഷ്യം വന്നു. അതല്ലടാ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ പോലീസുകാരൻ്റെ മുഖത്ത് പോലും സൂര്യകിരൺ എന്ന പേര് കേട്ടപ്പോൾ കണ്ട ഭയം. എന്തായാലും അയാൾ മരിച്ചു പോയില്ലേ, അതും ഒരു കൊലപാതകം. ഇനി ഈ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് വല്ല നാട്ടിലും തെണ്ടിത്തിരിയാതെ തിരികെ വന്നേ നീ. ഇല്ല ഇന്ദ്ര, ഇനി ഞാൻ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് സൂര്യനെയും വൃഷ്ടിയെയും പിന്നെ നാട് വിട്ട് പുറത്തു പോകാത്ത ആ പെണ്ണിനെയും കുറിച്ച് വിശദമായി അറിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും നിന്നെ എതിർക്കുന്നവരെ എതിർത്താണല്ലോ നിനക്ക് ശീലം. ഞാനൊന്നും പറയാൻ വരുന്നില്ല. അച്ഛൻ വിളിക്കുമ്പോൾ കാര്യകാരണം സഹിതം നീ തന്നെ എല്ലാം ബോധിപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ അച്ഛനോട് സംസാരിച്ചാൽ ശരിയാവില്ല ഇന്ദ്ര. അതെല്ലാം എൻ്റെ പൊന്നാങ്ങളെ അങ്ങ് പറഞ്ഞ് റെഡിയാക്കിയാൽ മതി. ഞാൻ വയ്ക്കുവാണേ. ഇന്ദ്രന് തിരിച്ചു പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. 1-2 ഇടങ്ങളിൽ കൂടി അന്വേഷിച്ചെങ്കിലും സൂര്യൻ്റെ മരണത്തിനപ്പുറം യാതൊന്നും അവൻ അറിയാൻ സാധിച്ചില്ല. നിരാശയോടെ തിരികെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവനെ തിരക്കി ആ ഫോൺ കോൾ വരുന്നത്. സൂര്യകിരണിനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചതാണ്. പറയൂ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? തേജസ് അയാൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. എന്താ നിൻ്റെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. 5 വർഷങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ബാൽക്കണിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു പെൺകുട്ടിയെ ഞാൻ കാണുന്നത്. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടാണ് അവളെ ശ്രദ്ധിക്കുന്നതും. പെട്ടെന്ന് അകത്തു നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് അവളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിന് നീ ആരെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അതിന് എൻ്റെ മോളെന്ത് പിഴച്ചു? അതിന് കണ്ടത് നിങ്ങളുടെ മകളെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ദാസങ്കൾ. അന്ന് അവിടെ റൂമെടുത്ത ചെറുപ്പക്കാരൻ സൂര്യകിരൺ, അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി വൃഷ്ടി. ശിവാത്മിക എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനന്ന് കണ്ട ആ പെൺകുട്ടി, അവൾ ശിവാത്മിക ദാസ് ആയിരുന്നു. ഇനി ബാക്കി പറയേണ്ടത് അങ്കിളാണ്. തൽക്കാലം നിന്നോടൊന്നും പറയാനില്ല എനിക്ക്. ശിവദാസിൻ്റെ മറ്റൊരു മുഖം നിനക്കറിയില്ല തേജസ്. പ്രഭാകരനെ ഓർത്തു മാത്രം വെറുതെ വിടുന്നതാ നിന്നെ. ഇനി സൂര്യൻ്റെയോ വൃഷ്ടിയുടെയോ പിന്നാലെ പോകാനാണെങ്കിൽ അത് നിൻ്റെ നല്ലതിനാവില്ല, ഓർത്തോ നീ. അയാളൊരു വെല്ലുവിളിയോടെ തിരികെ പോയി. അയാൾക്ക് പിന്നാലെ പോകാൻ തുടങ്ങുമ്പോഴാണ് ഇന്ദ്രൻ അവനെ വീണ്ടും വിളിക്കുന്നത്. എന്താ എന്താ ഇന്ദ്ര, നിനക്കിതെന്താ പറ്റിയത്? കയ്യിലും കാലിലുമൊക്കെ ഫ്രാക്ചറായി കിടക്കുന്നവനെ കണ്ട പകപ്പോടെയാണ് തേജസ് അകത്തേക്ക് കയറിയത്. ചെറിയൊരു ആക്സിഡൻ്റ് എന്ന് മാത്രമേ അവൻ ഫോണിൽ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ ഓഫീസിലേക്ക് പോകുകയായിരുന്നടാ. ബൈക്കാണ് ഇന്നെടുത്തെ. ഒരു ജീപ്പ് സൈഡിൽ കൂടി വന്നൊന്ന് തട്ടിയതാ. ഭാഗ്യത്തിന് പുല്ലിലേക്കാണ് വീണത്. അതുകൊണ്ട് കാര്യമായി ഒന്നും പറ്റിയില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നേരെ കുഴിയിൽ വയ്ക്കാമായിരുന്നു. നീ ആ ജീപ്പ് കണ്ടോ? ഏയ്, അത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നില്ല. അയാൾ ഇറങ്ങി വന്നെന്നെ ഹോസ്പിറ്റലിലെത്താൻ ഹെൽപ്പ് ചെയ്തിട്ടാ പോയത്. അല്ല, നീ ഇത്ര വേഗം ചെന്നൈയിൽ നിന്ന് വന്നോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നടാ, അപ്പോഴാണ് നീ വിളിച്ചേ. അച്ഛൻ എന്തിയേ? അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, സംസാരിക്കുമോ? നീ റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോൾ വരാം. തേജസ് പുറത്തേക്കിറങ്ങുമ്പോൾ പ്രഭാകർ ഫോണിൽ സംസാരിക്കുകയാണ്. അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവന് ബോധ്യമായി. എന്താ അച്ഛാ, അവരെന്താ പറഞ്ഞത്? അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്രേ. അവരുടെ ജാതക പ്രശ്നം കൊണ്ടാവും അവനിപ്പോൾ ഈ അപകടം പറ്റിയതെന്ന്. എന്നിട്ട് അച്ഛൻ എന്തു പറഞ്ഞു? ശരിയെന്ന് പറഞ്ഞു, അല്ലാതെന്ത് പറയാൻ. ഓ, അങ്ങനെയല്ലല്ലോ പക്ഷെ അവരാദ്യം പറഞ്ഞത്. പിന്നെന്താ ഇപ്പോൾ? വണ്ടി ഓടിക്കുമ്പോൾ അപകടം പറ്റുന്നതൊക്കെ സാധാരണമല്ലേ. അതിനിങ്ങനെയൊക്കെ എല്ലാവരും ചിന്തിച്ചാൽ കേമമായിരിക്കും. ഇതൊന്നുമല്ല കണ്ണാ കാര്യം. ആ കുട്ടിക്ക് നമ്മുടെ അശോകനില്ലേ, എടാ മറ്റേ അശോക ഗ്രൂപ്പ്സ് ഓണർ, അയാളുടെ മകൻ്റെ ആലോചന വന്നിട്ടുണ്ടത്രേ. ഒരു കോളേജ് MD അതാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഏത് സുധിയോ? നല്ല ബെസ്റ്റ് തീരുമാനം. നാട്ടിലിറങ്ങി ഒന്ന് അന്വേഷിക്കാൻ പറയാം അവരോട്. അല്ലെങ്കിൽ നാളെ ഭർത്താവിന് അവകാശം പറഞ്ഞ് കുറേ പേര് വരും. നമുക്കെന്താ, അവരല്ലേ തീരുമാനമെടുക്കേണ്ടത്. അവനോടിപ്പോൾ ഇത് പറയണ്ട, അല്ലെങ്കിൽ തന്നെ അവൻ ഡിപ്രസ്ഡാണ്. ഇതറിഞ്ഞാൽ അവൻ ആ ബെഡിൽ നിന്ന് തുള്ളിച്ചാടും. തുടരും.